ഓം ശ്രീ മഹാദേവ്യൈ നമ. അടുത്തു വരുന്ന വിശേഷ ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന കളരിസ്പന്ദനം വിശേഷാദിന വിശേഷം പങ്ക്തിയിൽ ഇപ്പോൾ പറയുന്നത് തൃക്കാർത്തികയെക്കുറിച്ചാണ്. നാളെയാണ് തൃക്കാർത്തിക. നാളെ 2025 ഡിസംബർ 4 തീയതി 1201 വൃശ്ചികമാസം 18 വ്യാഴാഴ്ചയാണ് ഇക്കൊല്ലത്തെ തൃക്കാർത്തിക വരുന്നത്. തൃക്കാർത്തിക എന്ന് പറഞ്ഞാൽ തിരുകാർത്തിക, വിശേഷപ്പെട്ട കാർത്തികയാണ്. വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ് നമ്മൾ മലയാളികൾ തൃക്കാർത്തികയായിട്ട് ആഘോഷിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും തൃക്കാർത്തിക വലിയ ആഘോഷമാണ്. കേരളത്തിൽ ഇത് ഏതാണ്ട് പൂർണ്ണമായും ദേവീ പ്രധാനമാണെങ്കിൽ തമിഴ്നാട്ടിൽ ദേവീ പ്രധാനമായിട്ടും സുബ്രഹ്മണ്യ പ്രധാനമായിട്ടും തൃക്കാർത്തിക ആഘോഷിക്കുന്നു. തൃക്കാർത്തിക പൊതുവെ കേരളത്തിലെ ദേവിയുടെ പിറന്നാൾ ദിനമായി എന്ന സങ്കല്പത്തിൽ പോലും ആചരിക്കുന്നു. അതിന് കാരണം പാർവതീദേവി കാർത്യായനി രൂപത്തിൽ അവതരിച്ച ദിവസമാണ് തൃക്കാർത്തിക എന്ന സങ്കല്പമാണ്. ആ സങ്കല്പത്തിലാണ് ഇത് ദേവിയുടെ പിറന്നാളായിട്ട് ആചരിക്കുന്നത്. വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക നക്ഷത്രം പിറന്നാൾ പക്ഷത്തിലുള്ള ദിവസമാണ് തൃക്കാർത്തിക ആചരിക്കുക. നാളെ ഡിസംബർ 4 തീയതി കാർത്തിക നക്ഷത്രം 20 നാഴിക 54 വിനാഴിക വരെയുണ്ട്. അതുകൊണ്ട് തൃക്കാർത്തിക നാളെ തന്നെയാണ്. കാർത്തിക നക്ഷത്രം വെളുത്തവാവിനോട് ബന്ധപ്പെട്ട് വരുന്ന ദിവസമാണ് തൃക്കാർത്തിക. വൃശ്ചികമാസത്തിലെ കാർത്തിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വെളുത്തവാവിൻ്റെ അടുത്ത് തന്നെ വരും, വെളുത്തവാവിനോട് ബന്ധപ്പെട്ട് വരും. അപ്പോൾ ചന്ദ്രന് പൂർണ്ണ പക്ഷബലവും ഉച്ചബലവും കൂടി വരുന്ന ദിവസമാണ് ഈ തൃക്കാർത്തിക. കാർത്തിക നക്ഷത്രം ആകുമ്പോൾ സ്വാഭാവികമായും ചന്ദ്രൻ എടവക്കൂറിൽ വരുമ്പോൾ അത് എടവും ചന്ദ്രൻ ഉച്ചം എന്ന് പറയാറുണ്ട്. അത് ചന്ദ്രൻ ഉച്ചരാശിയിൽ വരുന്നു. അത് അശ്വഭരണിയും കാർത്തിക കാലും എടക്കൂറ്, ആ കാർത്തികയുടെ കാൽ കഴിഞ്ഞ ഭാഗമാണ് ഉച്ചരാശിയിൽ വരുന്നത്, ഇടവൻ രാശിയിൽ വരുന്നത്. അപ്പോൾ ഏതായാലും ചന്ദ്രൻ ഉച്ചബലവാനായി മാറുന്നു. ചന്ദ്രന് ഉച്ചബലത്തേക്കാൾ പ്രധാനമായിട്ടും പക്ഷബലമാണ് പ്രധാനം നോക്കുന്നത്. അപ്പോൾ വെളുത്ത വാവിൻ്റെ ദിവസം വരുന്ന ചന്ദ്രനെ കൂടുതൽ ബലവാനാവുന്നു. അപ്പോൾ ഈ ഉച്ചബലവും പക്ഷബലവും കൂടി വരുന്ന ദിവസം എന്ന പ്രത്യേകതയാണ് വൃശ്ചികമാസത്തിലെ കാർത്തികയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ തൃക്കാർത്തികയ്ക്ക് ചന്ദ്രന് കൂടുതൽ ബലമുണ്ട് എന്നർത്ഥം. ഈ ചന്ദ്രൻ തന്നെ ദേവീ കാരകനാണ്, ദുർഗാ കാരകൻ കൂടിയാണ് ചന്ദ്രൻ. അങ്ങനെ ഈ ചന്ദ്രൻ്റെ പക്ഷബലവും ഉച്ചബലവും കൂടി വരുന്ന ഈ വൃശ്ചികമാസത്തിലെ കാർത്തിക ദിവസം ദേവീ ആരാധനയിൽ വളരെ വിശേഷപ്പെട്ട ദിവസമായി മാറുകയാണ്. ഈ തൃക്കാർത്തികയെ സംബന്ധിച്ച ധാരാളം ഐതിഹ്യങ്ങളുണ്ട്. വ്യത്യസ്ത പുരാണങ്ങളിലും വിവിധ ഗ്രന്ഥങ്ങളിലുമായിട്ട്, ദേവീ ഗ്രന്ഥങ്ങളിലും സുബ്രഹ്മണ്യ ഗ്രന്ഥങ്ങളിലും എല്ലാമായിട്ട് ധാരാളം കഥകൾ ഉണ്ട്. തൃക്കാർത്തികയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ധാരാളമുണ്ട്. അത് പ്രധാനം ഒന്ന് പാർവതീദേവി കാർത്യായനി രൂപത്തിൽ അവതരിച്ച ദിവസം എന്നൊരു സങ്കല്പം. അതിനു പുറമെ ശരവണപ്പൊയ്കയിൽ നിന്ന് കണ്ടെത്തിയ ശിശുവായ സുബ്രഹ്മണ്യനെ കൃത്തികാദേവിമാർ 6 പേരായ കൃത്തികാദേവിമാർ എടുത്തു വളർത്തിയത് ഈ ദിവസമാണ്, തൃക്കാർത്തിക ദിവസമാണ് എന്നാണ് ഒരു സങ്കല്പം. അങ്ങനെ ഈ സുബ്രഹ്മണ്യകുമാരനെ എടുത്തു വളർത്താൻ വേണ്ടി കൃത്തികാദേവിമാരായ 6 പേർ അവതരിച്ച ദിവസമാണ് എന്ന സങ്കല്പമുണ്ട്. 6 കൃത്തികാദേവിമാർ അവതരിച്ച ദിവസം കൂടിയാണ് ഈ തൃക്കാർത്തിക എന്ന് സങ്കല്പിക്കുന്നു. അതിനു പുറമെ മഹാലക്ഷ്മിയുടെ അംശമായ തുളസീദേവിയുടെ ജന്മദിനമാണ് തൃക്കാർത്തിക എന്ന സങ്കല്പമുണ്ട്. ഗോകുലത്തിൽ ശ്രീകൃഷ്ണൻ രാധാറാണിയെ പൂജിച്ച ദിവസമാണ് എന്ന സങ്കല്പമുണ്ട്. അങ്ങനെ തൃക്കാർത്തിക ദിവസം ദിവസത്തെ സംബന്ധിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവിധ ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. ഏതായാലും കേരളത്തിൽ ദേവീ പ്രധാനം തന്നെയാണ് പ്രധാനമായിട്ടാണ് ഈ തൃക്കാർത്തിക ആഘോഷിക്കുന്നത്. പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളിലെല്ലാം തൃക്കാർത്തിക ദിവസം വലിയ ആഘോഷങ്ങളും ചടങ്ങുകളും നടക്കുന്നു. കാടാമ്പുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനമാണ് ഈ തൃക്കാർത്തിക ദിവസം. കോട്ടയം കുമരനെല്ലൂർ പിന്നെ ചോറ്റാനിക്കര ക്ഷേത്രങ്ങളിലും തൃക്കാർത്തിക വളരെ വിപുലമായിട്ട് തന്നെ ആഘോഷിക്കുന്നു. അതിനു പുറമെ കേരളത്തിലെ മിക്ക ദുർഗാക്ഷേത്രങ്ങളിലും മറ്റു ദേവീക്ഷേത്രങ്ങളിലെല്ലാം തൃക്കാർത്തികയ്ക്ക് പ്രത്യേക ചടങ്ങുകളുണ്ട്. ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, ദേവീക്ഷേത്രങ്ങളിൽ മാത്രമല്ല, വീടുകളിലും കാർത്തിക വിളക്ക് തെളിച്ച്
ഈ ദേവിയെ ആരാധിക്കുന്നു. കാർത്തിക വിളക്ക് വളരെ പ്രധാനമാണ്. തൃക്കാർത്തിക ദിവസം കാർത്തിക വിളക്ക് തെളിയിക്കുക പ്രധാനമാണ്. അറിവില്ലായ്മയുടെ ഇരുട്ടിൽ നിന്ന് അറിവിൻ്റെ വെളിച്ചത്തിലേക്കുള്ള ആ യാത്രയെ സൂചിപ്പിക്കുന്നതാണ് തൃക്കാർത്തിക വിളക്ക്. കാർത്തിക നാളിൻ്റെ ദേവൻ തന്നെ അഗ്നിയാണ്. കാർത്തികയ്ക്ക് അഗ്നി ഭഗവാൻ എന്ന ചൊല്ലുണ്ട്. നക്ഷത്ര ദേവത കാർത്തികയ്ക്ക് അഗ്നിയാണ്. ആ അഗ്നിയെ നമ്മൾ മൺചെരാതുകളിലാക്കി കാർത്തിക ദീപമായി അന്ധകാരത്തിനെതിരെ പോരാടാൻ ഉപയോഗിക്കുകയാണ്. അങ്ങനെ കാർത്തിക വിളക്ക് നമ്മുടെ ആധ്യാത്മികമായ ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം കൊണ്ടുവരുന്ന വെളിച്ചമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ തൃക്കാർത്തിക ദിവസം സന്ധ്യയ്ക്ക് കാർത്തിക വിളക്ക് കത്തിക്കുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ടെന്നർത്ഥം. അങ്ങനെ ഈ തൃക്കാർത്തിക ദിവസം നമുക്ക് ദേവിയെ ആരാധിക്കാം. ദേവിയെ വിവിധ രൂപത്തിൽ നമുക്ക് ആരാധിക്കാം. മഹാലക്ഷ്മി, മഹാകാളി, മഹാസരസ്വതിയും എല്ലാം ദേവിയുടെ വിവിധ രൂപങ്ങൾ തന്നെയാണ്. നമുക്ക് തൃക്കാർത്തിക ദിവസം ദുർഗാദേവിയെ നമുക്കിങ്ങനെ ആരാധിക്കാം. മാതർമേ മധുകൈട ഭഗ്നിമൈഷപ്രാണാപഹരോദ്യമേ ഹേലാനിർമ്മിതധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃത രക്തബീജതനുജേ നിത്യേ നിസുംഭാവഹേ സുംഭധ്വംസിനി സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ. സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ. നമസ്കാരം.